ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനെ റഷ്യയും ചൈനയും സഹായിക്കുന്നു എന്നത് യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ പല പ്രതിരോധ അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നതാണ്. യുദ്ധം തുടങ്ങി 5 മാസങ്ങൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ആ ദിശയിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനെ സഹായിക്കില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. താൻ അവരെ വിശ്വസിക്കുന്നുവെന്നും എന്നാൽ അവർ അത് ലംഘിച്ച് ഇറാനെ സഹായിക്കുന്നുവെങ്കിൽ അവർക്ക് മോശമായ കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുന്നു എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സറ്റ് പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈയൊരു മുനവെച്ചുള്ള സംസാരവും ഉണ്ടായിരിക്കുന്നത്. ട്രംപ് അക്കാര്യം അംഗീകരിക്കുന്നുവെങ്കിൽ യുദ്ധത്തിലോ യുദ്ധതന്ത്രത്തിലോ എന്തെങ്കിലും മാറ്റം വരുത്തുമോ അമേരിക്ക? ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അത് നിർണായകമായ ഒരു കാഴ്ചപ്പാടാണ്. യുദ്ധതന്ത്രത്തിൽ അമേരിക്ക എന്തെങ്കിലും മാറ്റം വരുത്തുമോ? പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ഒളിഞ്ഞും തെളിഞ്ഞും ഇറാനെ സഹായിക്കുന്നു എന്ന ചിന്ത അമേരിക്കയിൽ വ്യാപകമാണ്. അത് ട്രംപ് എന്തു പറയുന്നു എന്നതല്ല വിഷയം. പീറ്റർ ഹെക്സത്ത് പറഞ്ഞതാണ് ശരി. ഇറാൻ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എങ്കിൽ അത് ഇറാൻ്റെ സ്വന്തം റെസിലിയൻസ് മാത്രമല്ല, തന്ത്രപരമായ ഒരു സപ്പോർട്ട്. അത് ആയുധങ്ങളുടെ രൂപത്തിലൊന്നും ആകണമെന്നില്ല. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇൻഫർമേഷൻ, നിർണായകമായ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ ചൈനയും റഷ്യയും ഒക്കെ ഇറാനെ സഹായിക്കുന്നുണ്ട്. ശത്രുപാളയങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന കൃത്യമായ വിവരം ഇറാന് നൽകുന്നത് റഷ്യയാണ് എന്ന ആരോപണം വളരെ സൈലൻ്റായി വ്യാപകമായി വെസ്റ്റേൺ ബ്ലോക്കിൽ സംസാരമുണ്ട്. അതിൽ അസ്വാഭാവികത ഒന്നുമില്ല. കാരണം റഷ്യയും യുദ്ധത്തിലാണല്ലോ. പാശ്ചാത്യ ശക്തികൾ ഉക്രൈനെ സഹായിക്കുന്നുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഉക്രൈൻ. അപ്പോൾ അതുകൊണ്ട് റഷ്യക്ക് ഇറാനെ സഹായിക്കുന്നതിൽ ധാർമ്മികമായ യാതൊരു എളുപ്പം തോന്നേണ്ട കാര്യവുമില്ല. പക്ഷേ പരസ്യമായി വ്ളാഡിമിർ പുടിൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല തങ്ങൾ ഇറാനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒരു രീതിയിലും പരസ്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. തങ്ങൾ ഇറാനിയൻ യുദ്ധത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ എണ്ണ കിട്ടേണ്ടത് ഇറാനിൽ നിന്നാണ്, നല്ലൊരു പങ്ക് അതിൽ ആശങ്കപ്പെടുന്നു. റഷ്യയും യുദ്ധത്തിലാണ്, ഇറാനും യുദ്ധത്തിലാണ്. ചൈനയുടെ 2 ഊർജ്ജ സ്രോതസ്സുകളാണ് ഇറാനും റഷ്യയും. രണ്ടും യുദ്ധത്തിൽ വരുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് സ്വാഭാവികമായി കൺസേൺഡ് ആണ്. പക്ഷേ ഇറാനെ ഞങ്ങൾ സഹായിക്കുന്നു എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ വേണം പീറ്റർ ഹെക്സത്തിൻ്റെ, അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്തിൻ്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇപ്പോഴത്തെ പ്രസ്താവനകളെ കാണാൻ. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഈ എപ്പിസോഡിൽ പരിഗണിച്ചെങ്കിൽ മാത്രമേ ഈ ചിത്രം കംപ്ലീറ്റ് ആവൂ. എന്താണ് ആ ചിത്രം? ഉക്രൈൻ രംഗത്ത് വന്നിരിക്കുന്നു. ഇദം പ്രഥമമായി, ആക്റ്റീവായി എന്ന് പറയാനാവില്ല എങ്കിലും കാസ്പിയൻ കടലിലൂടെ സഞ്ചരിച്ച ഒരു ഇറാനിയൻ കപ്പലിന് നേരെ ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായി. 5 സൈനികർക്ക് പരിക്കേറ്റു. 1 സൈനികൻ അപായപ്പെട്ടു, മരിച്ചു. ശക്തമായ പ്രതിഷേധം ഉക്രൈൻ അംബാസഡറെ വിളിച്ചു വരുത്തി ഇറാൻ ശക്തമായ പ്രതിഷേധം നൽകിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഉക്രൈൻ്റെ ക്ലെയിം എന്താണ്? ഉക്രൈൻ ക്ലെയിം ചെയ്യുന്നത് തങ്ങൾ റഷ്യയുമായി യുദ്ധത്തിലാണ്, അതുകൊണ്ട് റഷ്യൻ താല്പര്യമുള്ള എല്ലാ കേന്ദ്രങ്ങളെയും തങ്ങൾ ആക്രമിക്കും. ഇറാനെ ആയുധങ്ങൾ നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. ഇത് ഗുരുതരമായ ആരോപണമാണ്. ഉക്രൈൻ്റെ അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന, പാശ്ചാത്യ ചേരിയോട് ചേരാൻ ആഗ്രഹിക്കുന്ന, നെയ്റ്റോയിൽ അംഗത്വം എടുക്കാൻ കാത്തു നിൽക്കുന്ന, യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി മാറാൻ കാത്തിരിക്കുന്ന ഉക്രൈൻ്റെ പരസ്യ പ്രസ്താവനയാണ്. പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, ഉക്രൈനിയൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. അപ്പോൾ അത് ഗൗരവമായിട്ട് എടുത്തെങ്കിലേ പറ്റൂ. യുദ്ധത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുകയാണോ? നേരിട്ടല്ല. ഇപ്പോൾ ഇറാനിയൻ കപ്പലിനെ അബദ്ധത്തിൽ ആക്രമിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ നിർബന്ധപൂർവ്വം ആക്രമിച്ചു. ഇറാന് നേരെ റഷ്യൻ ആയുധങ്ങളുമായി പോയ എണ്ണക്കപ്പലാണ് എന്ന വ്യാജേന പോയ ഇറാൻ്റെ സൈനികരുൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു കപ്പലിനെയാണ് തങ്ങൾ തെരഞ്ഞു പിടിച്ച് മനഃപൂർവ്വമായി ആക്രമിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഉക്രൈൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് അവിടെ അടങ്ങിയിരിക്കുന്നു. നോക്കൂ, ഇത് സംഭവിച്ചിരിക്കുന്നത് കാസ്പിയൻ കടലിലാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഹോർമൂസിലല്ലേ? കുറേ ദിവസമായി, കുറേ ആഴ്ചകളായി മുഴുവൻ ശ്രദ്ധയും പേർഷ്യൻ ഗൾഫിലും ചെങ്കടലിലും ഹോർമൂസിലും ബാബിൽ മന്ദേബിലും ഒക്കെ ഉടക്കി നിൽക്കുകയാണ്. പക്ഷേ ഹാർഡ്ലി എവർ കാസ്പിയൻ കടൽ
ചർച്ചാ വിഷയമായിട്ടില്ല. ഈ എപ്പിസോഡിൽ പ്രധാനമായി ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാസ്പിയൻ കടലിനെക്കുറിച്ചും അതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. എവിടെയാണ് കാസ്പിയൻ കടൽ? അതൊരു കടലെന്ന് പറയാനാവില്ല, അതൊരു ജലാശയമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് വേമ്പനാട് കായലിനേക്കാളും ഒക്കെ വളരെ 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 വലുത്. ഒരുപക്ഷെ ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ വലിപ്പത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഈ ഏഷ്യൻ യൂറോപ്യൻ വൻകരയുടെ ഒത്ത മധ്യത്തിൽ കിടക്കുന്ന ഇറാൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജലാശയമാണ്. വേണമെങ്കിൽ വലിയ ഒരു കായൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഓളം വെട്ടും തിരയടിക്കും ഒരു കടലോളം വലിപ്പമുണ്ട്. വലിയ പ്രദേശമാണ്. 5 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നു. കാസ്പിയൻ കടലിൻ്റെ തെക്കേ തീരം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ്റെ വടക്ക് ഭാഗമാണ് കാസ്പിയൻ കടലിൻ്റെ തെക്കേ ഭാഗം. അങ്ങ് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് റഷ്യയാണ്. അപ്പോൾ റഷ്യക്കും ഇറാനും തമ്മിൽ വേണമെങ്കിൽ കപ്പൽ ഗതാഗതം ആകാം. അങ്ങനെയുണ്ട്. ഇറാൻ്റെ തുറമുഖങ്ങളിൽ നിന്നും, വടക്കൻ തുറമുഖങ്ങളിൽ നിന്നും, കാസ്പിയൻ കടൽ തുറമുഖങ്ങളിൽ നിന്നും റഷ്യക്ക് നേരെ കാസ്പിയൻ കടൽ നെടുക മുകളിലേക്ക് കടന്ന് ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ്. വീതിയിലല്ല, നീളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കടന്ന് കാസ്പിയൻ കടലിൽ കടന്ന് റഷ്യൻ തുറമുഖങ്ങളിലേക്ക് പോകാം, ചരക്കുകൾ എത്തിക്കാം. എണ്ണ കൊണ്ടുപോകാനാവില്ല, കൊണ്ടുപോകാൻ ആവശ്യമില്ലല്ലോ. റഷ്യക്ക് ആവശ്യത്തിന് എണ്ണയുണ്ട്, ഇറാനും ആവശ്യത്തിന് എണ്ണയുണ്ട്. പക്ഷേ ആയുധങ്ങൾ കടന്നു വരാം, സപ്ലൈസ് എത്തിക്കാൻ കഴിയും. റഷ്യൻ നാവികസേനയുടെ ഈ ഒരു കരുത്തിനെ ഒന്നും അമേരിക്ക അവിടെ ചെന്ന് ആക്രമിക്കുമെന്നൊന്നും കരുതാനാവില്ല. ഉക്രൈൻ ചെയ്തേക്കാം, കാരണം ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധത്തിലാണ്. അമേരിക്ക നേരിട്ട് ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. അത് ഡോമിനേറ്റ് ചെയ്യുന്നത് റഷ്യൻ നേവിയാണ്. അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഇറാൻ നേവൽ വെസൽസിനെയും കാസ്പിയൻ കടലിൽ ആക്രമിച്ചതായി വിവരമൊന്നുമില്ല. ആദ്യമായിട്ടാണ് കാസ്പിയൻ കടലിലൊരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നത്. കാസ്പിയൻ കടലിലെ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതുകൊണ്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഈ അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കു ഒരു തുറമുഖം കൂടിയാണ്. അസർബൈജാൻ്റെ കിഴക്കൻ ഭാഗം, അതായത് ഈ കാസ്പിയൻ കടലിൻ്റെ തെക്ക് പടിഞ്ഞാറൻ തീരമാണ് യഥാർത്ഥത്തിൽ അസർബൈജാൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ. അതുപോലെ കിഴക്ക് വലിയ രാജ്യമായ കസാക്കിസ്ഥാൻ, ഭൂവിസ്തൃതിയിൽ വലിയ രാജ്യമാണ് കസാക്കിസ്ഥാൻ, അതാണ് കിഴക്ക് ഭാഗത്ത്. തെക്ക് കിഴക്കായി, അത് ഇറാനോട് ചേർന്നുള്ള ഭാഗത്ത് തുർക്ക്മേനിസ്ഥാനാണ്. അങ്ങനെ 5 രാജ്യങ്ങൾ: ഇറാൻ, റഷ്യ, തുർക്ക്മേനിസ്ഥാൻ, കസാക്കിസ്ഥാൻ ആൻഡ് അസർബൈജാൻ. ഈ 5 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന വൻപൻ ജലാശയമാണ് കാസ്പിയൻ കടൽ. കാസ്പിയൻ കടലിലേക്കുള്ള ഇറാൻ്റെ ഒരു ഔട്ട്ലെറ്റ് കൂടിയാണ്. ഇപ്പം തെക്കൻ ഭാഗം ചോക്ഡ് ആവുമ്പോൾ ഇറാൻ്റെ സപ്ലൈസ് പലതും എത്തുന്നത് വടക്കൻ കടലിലൂടെയാണ്. ഇനി അതുകൂടി ബ്ലോക്ക് ചെയ്യാൻ അമേരിക്ക രംഗത്ത് വന്നാൽ ഒരുപക്ഷെ എന്തുകൊണ്ട് റഷ്യ രംഗത്ത് വരാതിരിക്കുന്നു എന്ന ചോദ്യം അവിടെ ഉയരും. അതുകൊണ്ട് ഇപ്പോൾ റഷ്യൻ കപ്പലിനെ ടാർഗറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉക്രൈൻ ടാർഗറ്റ് ചെയ്തു. ഉക്രൈൻ്റെ ഒരു കപ്പൽ റഷ്യ മുക്കുകയും ചെയ്തു. അത് കരിങ്കടൽ വെച്ചാണ്. കരിങ്കടലും കാസ്പിയൻ കടലും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. പക്ഷേ കരിങ്കടലിൻ്റെ ഭാഗമായ അസോവ് ഉൾക്കടൽ, അതായത് ക്രൈമിയയുടെയും റഷ്യയുടെയും ഉക്രൈൻ്റെയും ഇടയ്ക്ക് വിട്ട് കിടക്കുന്ന ചെറിയ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു കൊച്ചൊരു ജലാശയമാണ്, കടലിടുക്കാണ്. അവിടെയാണ് അസോവ് കടൽ. അസോവ് കടലിനെ വേണമെങ്കിൽ കാസ്പിയൻ കടലുമായി ബന്ധിപ്പിക്കാൻ, അസോവ് കടലിലെ റഷ്യൻ തുറമുഖങ്ങളുണ്ടെന്ന് ഓർക്കണം, അവിടെ കാസ്പിയൻ കടലിനെ ബന്ധിപ്പിക്കാൻ വോൾഗ നദിയിലൂടെ സാധിക്കും. അങ്ങനെ ഒരു ലിങ്ക് റൂട്ടുണ്ട്. അപ്പോൾ കടലിൽ നിന്ന് നദിയിലൂടെ മറ്റേ കടലിലേക്ക് പോകാൻ കഴിയും. നേരിട്ട് കണക്റ്റഡ് അല്ല, എങ്കിൽ പോലും അത് സാധിക്കും. ഏറെ ദൂരമുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് കണക്ടിവിറ്റി വളരെ പ്രധാനമാണ്. യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ കണക്ടിവിറ്റി വളരെ 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 പ്രധാനമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യത? ഉക്രൈനെ വലിയ രീതിയിൽ ഇറാൻ താക്കീത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അമേരിക്കയുടെ വാക്ക് കേട്ട് ചാടി ഇറങ്ങരുത്. നിങ്ങൾ ഞങ്ങളെ നേരിട്ട് ആക്രമിച്ചു എന്ന് പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ കപ്പലിനെ നിങ്ങൾ ആക്രമിച്ചുവെങ്കിൽ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾക്കുള്ള ആവശ്യ വസ്തുക്കളാണ്, ആയുധങ്ങളാണ് എന്നത് നിങ്ങളുടെ നറേറ്റീവാണ്. അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കാരണം എനിക്കറിയില്ല, ആർക്കും അറിയില്ല ആ കപ്പലിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നും ആ കപ്പലിലെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്തായിരുന്നു എന്നതും ഇപ്പോൾ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ മരണമുണ്ടായിട്ടുണ്ട്, ഒരു ഇറാനിയൻ നാവികൻ മരിച്ചു എന്ന് മാത്രം കൃത്യമായി പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പശ്ചാത്തലം ഓർക്കണം. എന്നിട്ട് വേണം അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി മനനം ചെയ്തെടുക്കണം. റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിൻ എൻ്റെ നല്ല ചങ്ങാതിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഇറാനെ സഹായിക്കില്ല. ഞാനത് വിശ്വസിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മറ്റൊരു ചങ്ങാതിയാണ്. ഇപ്പോൾ ട്രംപിൻ്റെ ചങ്ങാതികൾ
ആരൊക്കെയാണെന്നുള്ളത് വലിയ വലിയ ചങ്ങാതിക്കൂട്ടമല്ലേ ട്രംപിനുള്ളത്. നരേന്ദ്രമോദി ഉൾപ്പെടെ ട്രംപിൻ്റെ ചങ്ങാതിമാർ. ഈ ചങ്ങാതിമാരാരും ആ വലിയ ചങ്ങാതിയെ ഒക്കെ ചങ്ങായിയെ വിശ്വസിക്കുന്നില്ല എന്നത് മറ്റൊരു മഹാസത്യം. പക്ഷേ ട്രംപ് പറയുമ്പോൾ ഒക്കെ ചങ്ങാതിമാരാണ്. അവർ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവരെങ്ങാനും മാറി ചിന്തിച്ചാൽ കളി മാറും. ഇറാനെ എങ്ങാനും സഹായിക്കാൻ ഈ ചങ്ങാതിമാർ അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങൾ ശ്രമിച്ചാൽ ഒരുപക്ഷേ അവർ അതിൻ്റെ തിരിച്ചടി അനുഭവിക്കും. ഒരു തരം വാർണിംഗ് ആണ്, എങ്ങും തൊടാതെ ഒരു വർത്തമാനമാണ്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ 2 ആഴ്ച മുൻപ് പീറ്റ് ഹെഗ്സെറ്റ് തുറന്നു പറഞ്ഞു ഇറാൻ പിടിച്ചു നിൽക്കുന്നത് ചൈനീസ് ആൻഡ് റഷ്യൻ സപ്പോർട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു ഈ സാറ്റലൈറ്റ് പിക്ചേഴ്സ്, പിന്നെ ഉക്രൈൻ തന്നെ പുറത്തുവിട്ട ചില പിക്ചേഴ്സുമുണ്ട്. അതനുസരിച്ച് ഈ കൃത്യമായ റഷ്യൻ നിരീക്ഷണ സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് സർവെയിലൻസ് സംവിധാനം, റഷ്യക്ക് ശക്തമായ സംവിധാനമുണ്ട്. അത് അമേരിക്കയുടെ ഓരോ താവളത്തെയും മധ്യപൗരസ്യ പ്രദേശത്തെ GCC രാജ്യങ്ങൾക്കും പുറത്തും GCCയിലും ഉള്ള താവളങ്ങളുടെ ഏറിയൽ മാപ്പിംഗ് വളരെ ഭംഗിയായി റഷ്യ എടുത്തിട്ടുണ്ട്. കൃത്യമായി അത് ഇറാന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആക്രമണത്തിന് മുൻപ്, ആക്രമണ സമയത്ത്, ആക്രമണത്തിന് ശേഷം ഓരോ ഇറാനിയൻ ആക്രമണം ഇവിടേക്കെല്ലാം നടക്കുമ്പോൾ അത് കൃത്യമായി അത് ഒപ്പിയെടുത്ത ചിത്രങ്ങൾ സഹിതം ഉക്രൈൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം അതിനർത്ഥം റഷ്യ സാറ്റലൈറ്റ് സപ്പോർട്ട് ഇറാന് കൊടുക്കുന്നു, ഇൻഫർമേഷൻ കൈമാറുന്നു. അതിൻ്റെ ഒരു നേരിട്ടുള്ള പരിണിത ഫലം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടിയിരിക്കുന്നു. ഇറാൻ്റെ മിസൈലുകൾ പെട്ടെന്ന് സ്പീഡ് കൂടുകയാണ്, പെട്ടെന്ന് കൃത്യത വരികയാണ്, കൂടുതൽ നാശനഷ്ടങ്ങൾ. അങ്ങനെയാണ് അമേരിക്കൻ സൈനികർ ചിലരൊക്കെ കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടത്. അപ്പം ജോർദാനിലും ഇറാഖിലുമൊക്കെ നടന്ന ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പം കൃത്യത കൂടുകയാണ്. ഇപ്പോൾ സാറ്റലൈറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി വിവരം കൊടുക്കാനൊക്കും, ആ കറക്റ്റ് ആ ട്രാജക്ടറി ഫിക്സ് ചെയ്യാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ഹിറ്റ് ചെയ്യേണ്ട ടാർഗറ്റിനെ കുറിച്ചുള്ള പ്രിസൈസ് ഇൻഫർമേഷൻ ഇറാൻ വിചാരിച്ചാൽ, ഇറാൻ്റെ സാറ്റലൈറ്റുകൾ വിചാരിച്ചാൽ അത് കൃത്യമായി ഒപ്പിയെടുക്കാനാവില്ല. ഇറാൻ്റെ ചാരസംഘടന വിചാരിച്ചാൽ കൃത്യമായി ജോർദാനിലെ അമേരിക്കൻ താവളങ്ങളുടെ കൃത്യമായ മാപ്പിങ്ങും അവിടെ ഹിറ്റ് ചെയ്യേണ്ട പോയിൻറ്റുമൊക്കെ നിശ്ചയിച്ചുറപ്പിച്ച് കൊടുക്കണമെങ്കിൽ അതിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ കൈവശമുള്ള ചൈനയ്ക്കോ റഷ്യക്കോ മാത്രമേ കഴിയൂ. ഇത് കഴിയുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പരസ്യമായ രഹസ്യം. പക്ഷേ അതങ്ങോട്ട് തുറന്ന് അമേരിക്ക സമ്മതിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നാൽ പിന്നെ ചൈനയുമായും റഷ്യയുമായിട്ടൊക്കെ യുദ്ധത്തിന് പോകേണ്ടി വരില്ലേ? അതൊക്കെ അത് മാത്രമല്ല, കരിങ്കടൽ വിഷയത്തിൽ ഒരു പക്ഷേ, ഇതൊരു പക്ഷേ മാത്രമാണ്, റഷ്യ ഒരു നിലപാടെടുത്തേക്കാം. റഷ്യക്ക് പറയാൻ സാധിക്കും റഷ്യയുടെ ഡോമിനേഷൻ, ഈ രാജ്യങ്ങൾ തമ്മിലൊരു കരാറുണ്ട് ഈ അവരുടെ മത്സ്യസമ്പത്ത് വീതിക്കാൻ വേണ്ടി. കാരണം ഈ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ, അതായത് മറ്റ് പുറം കടലുകളുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ കരാറുകൾ പൂർണ്ണമായി ഈ ഉൾഭാഗത്തെ ജലാശയത്തിന് ബാധകമല്ല. പക്ഷേ കുറേയൊക്കെ ബാധകമാകുന്ന രീതിയിൽ ഈ 5 രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ 5 രാജ്യങ്ങൾ ഏതാണ്? കാസ്പിയൻ കടലിനോട് അതിര് പങ്കിടുന്ന 5 രാജ്യങ്ങൾ തമ്മിൽ. അതിൽ പ്രധാന ശക്തികൾ ഇറാനും റഷ്യയും തന്നെയാണ്. അസർബൈജാനോ അല്ലെങ്കിൽ കസാഖിസ്ഥാനോ തജിക്കിസ്ഥാനോ അത്ര വലിയ ശക്തികളാണെന്ന് പറയാനാവില്ല. അത് മാത്രമല്ല, ഇവരൊക്കെ റഷ്യ പറയുന്നിടത്ത് നിൽക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുമാണ് അല്ലേ? റഷ്യയുടെ ഒരു സ്വാധീന മേഖലയാണെന്ന് വേണമെങ്കിൽ പറയാം. ഉക്രൈൻ പക്ഷേ ആ മേഖലയ്ക്ക് പുറത്തുള്ള ഈ കരിങ്കടൽ മേഖലയാണ്, ബ്ലാക്ക് സീ മേഖലയാണ് ഉക്രൈൻ. അവിടെയാണല്ലോ ബ്ലാക്ക് സീയിൽ നിന്ന് അകത്തേക്ക് തള്ളി നിൽക്കുന്ന അസോവ് കടൽ. അപ്പോൾ ബ്ലാക്ക് സീയിലും ക്രൈമിയൊക്കെ റഷ്യ പിടിച്ചെടുക്കുന്ന സ്ഥിതിക്ക് അസോവ് കടലിലും ബ്ലാക്ക് സീയിലുമൊക്കെ റഷ്യൻ ഫ്ലീറ്റുകളും ഒക്കെ സജീവമായിട്ടുണ്ട്. റഷ്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാസ്പിയൻ കടലും ബ്ലാക്ക് സീയും കരിങ്കടലും റഷ്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്തുകൊണ്ടാണ്? റഷ്യയുടെ ഔട്ട്ലെറ്റ് വളരെ കുറവാണ്. നോക്കുമ്പോൾ നമ്മൾ ഭൂപടം നോക്കിയാൽ റഷ്യയുടെ വടക്കൻ ഭാഗത്തെല്ലാം കടലാണെന്ന് തോന്നാം. പക്ഷേ ഇതൊക്കെ മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളാണ്. അവിടുത്തെ വടക്കൻ തുറമുഖങ്ങൾ വാം വാട്ടർ പോർട്ട്സ് അല്ല എന്നോർക്കണം, നാവിഗബിൾ അല്ല പലതും. അതുകൊണ്ട് റഷ്യൻ എണ്ണ കച്ചവടം നടക്കണമെങ്കിൽ പലപ്പോഴും ഈ തുറമുഖങ്ങളെ, ഈ ഉൾനാടൻ ജലാശയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ പുറംകടലിലും ഉണ്ട് പിന്നെ റഷ്യയുടെ നീക്കമുണ്ട് എന്ന് പൂർണ്ണമായി ഇല്ല എന്ന് പറയാനൊക്കെ. കിഴക്കൻ തുറമുഖമുണ്ട്, വ്ളാഡിവസ്റ്റോക്ക് പോലെയുള്ള തുറമുഖങ്ങളുണ്ട്. ഇവിടെ എല്ലാം തന്നെ റഷ്യയുടെ പ്രഭാവമുണ്ട്. അതുകൊണ്ട് റഷ്യ ഒരുപക്ഷെ പറയും, ഈ കടലിനെ, കാസ്പിയൻ കടലിനെ നിങ്ങൾ ഉക്രൈനിലൂടെ വലിച്ചിഴച്ചാൽ യുദ്ധത്തിൽ ഞങ്ങളൊരു നിലപാടെടുക്കേണ്ടി വരും എന്ന പ്രസ്താവന പുട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇതിപ്പം ഒരു വശത്തെ ഒമാനും
ഇറാനും തമ്മിൽ ചർച്ച ചെയ്ത് ഈ ഹോർമൂസ് തുറക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ മറുവശത്തെ കൂടുതൽ മേഖലകളിലേക്ക് ഉക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വരികയും ആ കരിങ്കടൽ മേഖലയും കാസ്പിയൻ കടൽ മേഖലയും ഒക്കെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്താൽ റഷ്യക്ക് നിഷ്പ്രയാസം, റഷ്യൻ നേവിക്ക് ആ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കാൻ കഴിയും. അപ്പോൾ റഷ്യ പറയുകയാണ്, ഞങ്ങൾ കരിങ്കടൽ മേഖലയിൽ ഇറാന് നാവിക സംരക്ഷണം ഞങ്ങൾ നൽകും. നിഷ്പ്രയാസം റഷ്യക്ക് കഴിയുന്നതേ ഉള്ളൂ. അവിടെ റഷ്യൻ നേവി തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുമായി പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് അവിടെ കപ്പലുകളില്ല. അമേരിക്ക എങ്ങനെ കപ്പലുകൾ എത്തിക്കും? അവിടെ ചെങ്കടലിലെത്തിക്കാം, അത് ബാബൽ മന്ദേബിലൂടെ. പേർഷ്യൻ ഗൾഫിലെത്തിക്കാം, അത് ഹോർമോസിലൂടെ. പക്ഷേ മറ്റിടത്ത് എങ്ങനെ എത്തിക്കുന്നത്? കരിങ്കടലിലേക്കോ അല്ലെങ്കിൽ കാസ്പിയൻ കടലിലേക്കോ അമേരിക്കയ്ക്ക് കപ്പലുകളെ എത്തിക്കാനാവില്ല. അവിടെ ഒന്നും തന്നെ അവിടെ ഇറാനിയൻ കപ്പലുകൾക്ക് സുഗമമായി മുന്നോട്ട് പോകാനാവും. പരമാവധി സാധിക്കുന്നത് ആകാശമാർഗം കാസ്പിയൻ കടലിലൂടെ സഞ്ചരിക്കുന്ന ഇറാനിയൻ കപ്പലുകളെ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ആക്രമിക്കാം. പക്ഷേ അതിനോട് റഷ്യ എങ്ങനെ പ്രതികരിക്കും, ചൈന എങ്ങനെ പ്രതികരിക്കും എന്ന് കൃത്യമായി പറയാനാവില്ല. അതുകൊണ്ടാണ് കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ട്രംപ് ഈ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. നാളെ ഇനി മാറ്റി ചിലപ്പം ട്രംപ് പറഞ്ഞേക്കാം. പക്ഷേ ആ സംശയത്തിന് ഗൗരവമായ ഒരു രൂപമാണുള്ളത്. അതിൽ സത്യമുണ്ട്. റഷ്യയും ചൈനയും തന്നെയാണ് ഇറാനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ അപാകതയൊന്നുമില്ല. നേരിട്ടുള്ള സഹായമൊന്നുമല്ലോ. ഈ ഇറാനെതിരെ നിൽക്കുന്ന ശക്തികളെ സഹായിക്കുന്ന അമേരിക്കയല്ലേ? അമേരിക്ക തന്നെയല്ലേ നേരിട്ട് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ യുദ്ധസമയത്ത് നേരിട്ടുള്ള സഹായമല്ല എങ്കിലും, നേരിട്ട് സൈന്യങ്ങളെ അയച്ചുകൊണ്ടുള്ള സഹായമല്ല എങ്കിലും മറ്റ് രീതിയിലുള്ള സഹായങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇതൊക്കെ വഷളാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാതെ സംയമനം പാലിക്കുന്നതല്ലേ നല്ലത്. ഞാൻ CJPയെ കൂടെ രംഗത്ത് കൊണ്ടുവരുന്നു. CJPയുടെ പ്രതിഷേധം കൈവിട്ടു പോകുമെന്നായപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എഴുതി വാങ്ങിപ്പിക്കാൻ ശ്രീ നരേന്ദ്രമോദി തയ്യാറായതുപോലെ അതൊരു യാഥാർത്ഥ്യമാണ്, തിരിച്ചറിവാണ്. ഒരു പരിധിയിൽ കൂടുതൽ ഈ സമ്മർദ്ദം താങ്ങാനാവില്ല. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ചെയ്തതുപോലെ ഇതങ്ങ് രാജിയാവുക, അല്ലെങ്കിൽ സ്വയം പിന്മാറുക, അല്ലെങ്കിൽ ആ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ആണവ കരാറിൽ മാത്രം ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഹോർമൂസ് ഇവരെല്ലാം ചേർന്ന് തുറക്കട്ടെ, ഞങ്ങൾക്കതിൽ അഭിപ്രായമില്ല. ഇപ്പോൾ നിലവിൽ അമേരിക്കയാണ് ഇറാനിയൻ കപ്പലുകളെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ മറ്റ് കപ്പലുകളെ ഉപരോധിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉപരോധമാണ് നടക്കുന്നത്. അതൊരു വശത്ത്. ഇനി കാസ്പിയൻ കടലും കൂടി കൂടുതൽ പ്രശ്നകലുഷിതമാവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ യുദ്ധം ചെയ്യേണ്ടി വരും. സമ്മർദ്ദമാണ്. അമേരിക്കയിലെ ടാക്സ് പേയേഴ്സ് ഒന്നും ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല. ആത്യന്തികമായി അമേരിക്കയിൽ വിവരമുള്ള ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർക്കറിയാം ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടലുകൾ ഒരിക്കലും ഗുണം ചെയ്യില്ല. അമേരിക്കയുടെ ദേശീയ താല്പര്യത്തിന് അത് നല്ലതല്ല എന്ന ബോധമുണ്ട് അമേരിക്കൻ പൊളിറ്റീഷ്യൻസിന്. ട്രംപ് വിടുവായുത്തം പറയും. പക്ഷേ ട്രംപിൻ്റെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനാവില്ല. ചൈനയും റഷ്യയും പിണക്കത്തക്ക രീതിയിൽ വാഗ്വിലാസം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതെ ഇരിക്കട്ടെ. പീറ്റർ ഹെക്സത്ത് ഉള്ള കാര്യം പറഞ്ഞു, അത് സാരമില്ല. ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, സാരമില്ല. റഷ്യയോ ചൈനയോ അതിനോട് കാര്യമായി പ്രതികരിച്ചിട്ടുമില്ല. പിന്നെ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുന്നു എന്നതുകൊണ്ട് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ട്രംപ് പറയുന്നത് തൽക്കാലത്തേക്ക് നമ്മൾ വിശ്വസിക്കുക. ചൈനീസ് പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇറാനെ നേരിട്ട് സഹായിക്കില്ല എന്ന്. നേരിട്ട് സഹായിക്കില്ല, അല്ല നേരിട്ടല്ലാതെ പല രൂപത്തിലും സഹായിക്കാമല്ലോ. പ്രാർത്ഥനയിലൂടെ സഹായിക്കാം, വേണമെങ്കിൽ ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചു കൊടുത്തുകൊണ്ട് സഹായിക്കാം, എത്ര രീതിയിൽ സഹായിക്കാം. ഇതൊന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു ബന്ധവും പാടില്ല എന്ന് കല്ലേ പിളർക്കുന്ന ശാസന പുറപ്പെടുവിക്കാൻ കഴിയുമെന്നല്ലാതെ നടപ്പാക്കിയെടുക്കാൻ കഴിയില്ല എന്നൊരിക്കൽ കൂടി മനസ്സിലാവുകയാണ്, ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ് ലോകത്തിന്. സമാധാനം പുലരട്ടെ.